ഹായ്, എല്ലാവർക്കും SCERT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്ന് PYQ സെക്ഷനിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 29/2021 ഒരു പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത്. അതിൽ ആനുകാലിക ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ട് GK ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം പ്ലൂട്ടോ. ഒരു ന്യൂട്ടൺ എന്നത് എത്ര ഡൈൻ ആണ്? ഒരു ന്യൂട്ടൺ എന്നത് ഡാഷ് ഡൈൻ. 10⁵5 ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ. 10⁵5 ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ദ്രവ്യത്തിന് 7 അവസ്ഥകളാണുള്ളത്. PSC ആൻസർ കൊടുത്തുള്ളത് 7 ആണ്. ഓക്കെ, ഇനി ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെ എന്താണ് പറയുന്നത്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഓക്സിജൻ ആണ്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഭാവിയിലെ ഇന്ധനം ഏതാ? ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ സിങ്ക്. സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിന് നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകൾ ഏവ? ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിന് നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകളാണ് ഇലക്ട്രോൺസ്. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്താണ്? DDT. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയമാണ് DDT. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാ? സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായിട്ട് സഹകരിച്ച ആദ്യ ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റലാണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ വായിക്കുക. ഫോളിക് ആസിഡ്, ബയോട്ടിൻ, തയാമിൻ, റൈബോഫ്ലാവിൻ. ഇതിലേതാണ് വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത്? അത് ബയോട്ടിൻ. ബയോട്ടിൻ ആണ് വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ C ആണ്. പേശികളെ കുറിച്ചുള്ള പഠനമാണ് ഡാഷ് മയോളജി. പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി എന്നറിയപ്പെടുന്നത്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. മനുഷ്യ ശരീരത്തിലെ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അത് കരളിൽ വെച്ചാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കുന്നത് കരളിലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശമാണ്. ശ്വാസകോശം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 ആണ്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷമാണ് 1930. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് കൈവരിച്ച വർഷം ഏത് വർഷമാണ്? 1930. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? അത് പഴശ്ശി വിപ്ലവം. പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് ഏത് കലാപം? അഞ്ചുതെങ്ങ് കലാപം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏത് വർഷമാണ്? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയിൽ നിന്നുള്ളതാണ്. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാരാ? അത് വൈകുണ്ഠസ്വാമിയാണ്. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമിയാണ്. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂരാണ്. വെങ്ങാനൂര്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആരാ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത അക്കാമ ചെറിയാനാണ്. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്?
1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാ? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഡിണ്ടിഗൽ ടു കൊല്ലം. ഡിണ്ടിഗൽ ടു കൊല്ലമാണ് നാഷണൽ ഹൈവേ 183. 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഡിണ്ടിഗൽ ടു കൊല്ലം. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാ? അത് നിലമ്പൂര്. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമാണ് നിലമ്പൂരാണ്. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണ്? KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ആണ് ബ്രഹ്മപുരം. ബ്രഹ്മപുരമാണ് KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് നീണ്ടകര. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് നീണ്ടകരയിലാണ്. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ്? തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ പദ്ധതിയാണ്? അത് കൈത്തറിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. കൈത്തറിയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ പദ്ധതിയാണ് തനിമ, കൃതിക. തനിമ, കൃതിക എന്നിവ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായിട്ട് കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? അത് സൈലന്റ് വാലിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലിയാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പെഡോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? കേരളത്തിലെ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം അത് കുണ്ടറ. കേരളത്തിലെ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമാണ് കുണ്ടറയാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളമാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്താണ് മഞ്ചേശ്വരമാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം ആരാണ്? ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗമാണ് അലോക് റാവത്താണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രിയാണ്. താഴെ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണെന്ന്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ഓപ്ഷൻ പറയാം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണ്, കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. ഇതിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. അടിയന്തരാവസ്ഥ കാലത്തെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അത് 359 പ്രകാരമാണ്. ആർട്ടിക്കിൾ 359 പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്തെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. ആർട്ടിക്കിൾ 359 പ്രകാരമാണ്. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവെക്കുന്ന ഭരണഘടനാ വകുപ്പാണ് വകുപ്പ് 16. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവെക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 16. സ്വത്ത് സമ്പാദിക്കാനുള്ള സംരക്ഷിക്കാനുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 44-ാം ഭേദഗതിയാണ്. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭേദഗതിയാണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് ഏത് ഭേദഗതി? 24-ാം ഭേദഗതി. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാനും പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24-ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈനാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തിയാരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാ? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് നെഹ്റുവാണ്.
പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? അത് നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റുവാണ്. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാ? അത് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജമാണ് ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജമാണ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിങ്സ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചതാണ്? വാറൻ ഹേസ്റ്റിങ്സ് കേട്ടോ, വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണെന്ന് വെച്ചാൽ വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതാ? 1858 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡഗാമയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ്. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ്. കാൽ ബൈശാഖി എന്നത് ഡാഷാണ്. കാൽ ബൈശാഖി എന്നത് കാറ്റാണ്. കാൽ ബൈശാഖി എന്നത് കാറ്റാണ്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? അറബി. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തത്? അറബി ഭാഷയിൽ നിന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു നദിക്കര. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത് നദിയാ? ഓപ്ഷൻ പറയാം: കൃഷ്ണ, കാവേരി, നർമ്മദ, മഹാനദി. ഇതിലേതാ? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നർമ്മദ നദിയാണ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് പീഠഭൂമിയാണ്? അത് ഡക്കൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കൻ പീഠഭൂമിയാണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണെന്ന് ഓപ്ഷൻ പറയാം: ഫ്രാൻസ്, ബ്രസീൽ, ഈജിപ്ത്, ഇറാൻ. ഇതിലേതാ? ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ബ്രസീൽ കേട്ടോ, ബ്രസീലാണ്. ഓക്കെ, ബാക്കിയെല്ലാം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് PYQ ആയിട്ട് നെക്സ്റ്റ് സെക്ഷൻ ചെയ്യാം. താങ്ക്